വാർദ്ധക്യം ശാപമല്ല, അനുഗ്രഹമാണ്. വൃദ്ധരായവർക്ക് വാർദ്ധക്യം ഒരു അനുഗ്രഹമാണ്. വൃദ്ധർ സമൂഹത്തിന് അനുഗ്രഹമാണ്. ആദ്യം മനസ്സിലാക്കേണ്ട തത്വം അതാണ്. ഇന്നത്തെ ഈ വീഡിയോ വൃദ്ധർക്കുള്ള സുവിശേഷമായി മാറട്ടെ എന്ന പ്രാർത്ഥനയാണ് എനിക്കുള്ളത്. വാർദ്ധക്യം വരുമ്പോൾ ചില ആളുകൾ ബാധ്യതയായി തങ്ങൾ മാറി എന്ന ചിന്തയാൽ ബാധ്യതയായി തന്നെ പതുക്കെ മാറുകയാണ്. പക്ഷെ ഓർത്തേക്കുക, വാർദ്ധക്യം ബാധ്യതയല്ല, സാധ്യതയാണ്. ലയബിലിറ്റി അല്ല, അസറ്റാണ് വൃദ്ധ വ്യക്തികൾ. ആ ഒരു ചിന്ത ആദ്യം മനസ്സിലേക്ക് കൊണ്ടുവരിക. ഒന്ന്, ചിന്തകളെ നിയന്ത്രിക്കാൻ പഠിക്കുക. ബുദ്ധിസ്റ്റ് രീതിയിൽ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകുമ്പോൾ സ്റ്റോപ്പ് ദ ട്രാഫിക് എന്നൊരു മെത്തേഡുണ്ട്. അതായത് ചിന്തകളിങ്ങനെ ചീറിപ്പാഞ്ഞ് വരികയാണ്. വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോൾ ചിന്ത കൂടും. ഞാനിപ്പോൾ ഒറ്റക്കാണ്, ഞാനൊരു ഭാരമാണ്, ആരും എന്നെ സ്നേഹിക്കുന്നില്ല, ആരും എന്നോട് അടുപ്പം കാണിക്കുന്നില്ല. ഇങ്ങനെ നിഷേധാത്മക ചിന്തകൾ ചീറിപ്പാഞ്ഞ് വന്ന് ബ്ലോക്കായിട്ടിരിക്കുകയാണ്. ഹാർട്ടിന് ബ്ലോക്ക് വരുന്നതിനേക്കാൾ വലിയ ബ്ലോക്കാണ് തോട്ടുകളുടെ ബ്ലോക്ക്. ആ ബ്ലോക്ക് വന്നപ്പോൾ നല്ല തോട്ടുകളൊന്നും അതിൻ്റെ ഇടയിലൂടെ വരുന്നില്ല. അപ്പോൾ സ്റ്റോപ്പ് ദ ട്രാഫിക് ബുദ്ധിസ്റ്റുകൾ പറഞ്ഞു തരും. അതായത് ഈ ട്രാഫിക് ഒന്ന് നിയന്ത്രിക്കുക, ഇതൊക്കെ ഒന്ന് ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നോർമൻ കസിൻസ് പറയുന്നുണ്ട്, ഫെയ്ത്ത് ക്രിയേറ്റ്സ് ബയോളജി. എൻ്റെ അർത്ഥം എന്താണ്? നിങ്ങളുടെ വിശ്വാസം ശരീരശാസ്ത്രം സൃഷ്ടിച്ചെടുക്കുകയാണ്. അതായത് നമ്മൾ പൂർണ്ണമായി വിശ്വസിക്കുന്ന കാര്യം സത്യമായിട്ട് സംഭവിക്കുന്നുണ്ട്. ഒരു ഉദാഹരണം പറയാം. ചില ഡോക്ടേഴ്സ് പെയിൻ കില്ലേഴ്സ് എന്ന് പറഞ്ഞ് വെറുതെ പഞ്ചാര മിഠായികളൊക്കെ കൊടുക്കാറുണ്ട്. അത് കഴിക്കുന്ന രോഗിക്ക് പെയിൻ മാറുകയാണ്. കാരണം അയാൾ വിശ്വസിച്ചു, നല്ല മരുന്ന് കിട്ടി. ആ വിശ്വാസം ശരീരത്തിൽ മൊത്തത്തിൽ ഇഫക്റ്റ് കൊണ്ടുവന്നു. വെറും വൈറ്റമിൻ ടാബ്ലറ്റ് സ്ഥിരമായി കഴിച്ച് അത് വലിയ പ്രതിരോധ ശക്തിയുള്ള സാധനമാണെന്നൊക്കെ കരുതി രോഗം മാറ്റിയവരൊക്കെ ഉണ്ട്. അപ്പോൾ ചില വിശ്വാസങ്ങളാണ് മരുന്നിനേക്കാൾ കൂടുതലായിട്ട് നമ്മിൽ ഫലം ചെയ്യുന്നതെന്ന് ഉറച്ച് വിശ്വസിക്കുക. അപ്പോൾ അതുകൊണ്ട് വാർദ്ധക്യത്തിൽ പ്രസാദാത്മക ചിന്തകൾ കൊണ്ട് ഹൃദയം നിറക്കണം. കാരണം വാർദ്ധക്യം പ്രസാദാത്മകതയുടെ സമയമാണ്. അന്തിവെളിച്ചത്തിന് എന്തൊരു വെളിച്ചമാണ്! ആ അന്തിവെളിച്ചത്തിൽ നിൽക്കുന്ന ഒരാൾ വെട്ടം മൊത്തത്തിൽ പ്രസരിപ്പിച്ചുകൊണ്ടിരിക്കണം. ചെറുമക്കളെയും മക്കളെയും എല്ലാവരെയും കൂട്ടിച്ചേർക്കുന്നൊരു സജീവ സാന്നിധ്യമായിട്ട് മാറണം ഒരു വീട്ടിൽ. അമ്മമാരൊഴിഞ്ഞ വീട്, അപ്പന്മാരൊഴിഞ്ഞ വീടല്ല. അപ്പോൾ അപ്പന്മാരും അമ്മമാരും സജീവ സാന്നിധ്യമായിട്ട് വീട്ടിൽ വേണം. അവരിലേക്ക് വെട്ടം തിരഞ്ഞ് മറ്റുള്ളവർ എത്തിച്ചേരണം, ജ്ഞാനം തിരഞ്ഞ് മറ്റുള്ളവർ എത്തിച്ചേരണം. അപ്പം അതുകൊണ്ട് ആദ്യം ചിന്തകളെ നിയന്ത്രിക്കാൻ പഠിച്ചെടുക്കുക. 2, സമ്മർദ്ദങ്ങളെ അതിജീവിക്കുക. വല്ലാത്ത സമ്മർദ്ദം വരുന്ന ഒരു കാലഘട്ടം കൂടി ആകാം പ്രായാധിക്യത്തിൻ്റെ കാലം. രോഗം ഒരു വശത്ത്, അവഗണിക്കപ്പെട്ടു എന്ന നിഷേധാത്മക ചിന്തയുടെ സമ്മർദ്ദം വേറൊരു വശത്ത്. സമ്മർദ്ദങ്ങൾ കൂടുമ്പോൾ പെട്ടെന്ന് തന്നെ രോഗങ്ങളും മരണങ്ങളും നമ്മെ ആക്രമിക്കാം. അങ്ങനെ സംഭവിക്കാം. പ്ലേറ്റോ എഴുതുന്നുണ്ട്, വാർദ്ധക്യം ഒറ്റക്കല്ല വരുന്നത്, വാർദ്ധക്യം 1 ഡസൻ രോഗങ്ങളായിട്ടാണ് വരുന്നത്. പക്ഷേ ഈ രോഗങ്ങളെ മുഴുവൻ പടിക്ക് പുറത്ത് നിർത്താൻ സാധിക്കും സമ്മർദ്ദം ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ. സമ്മർദ്ദം കുറക്കാൻ എന്താ ചെയ്യേണ്ടത്? സമ്മർദ്ദം കുറക്കാനായിട്ട് പാട്ട് കേൾക്കുക, നല്ലവരുമായിട്ട് സംവദിക്കുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക. വിശ്രമം ഒരുപാട് എടുക്കുന്നതിന് പകരമായിട്ട് ആവശ്യത്തിന് വ്യായാമം, ആവശ്യത്തിന് വിശ്രമം, ആവശ്യത്തിന് ഭക്ഷണം, എല്ലാം പരിത്യജിക്കേണ്ട ആവശ്യമൊന്നും വാർദ്ധക്യത്തിലില്ല. എല്ലാം മിതമായിട്ട് ഉൾക്കൊള്ളുക, അതാണ് ഏറ്റവും നല്ല മാർഗം. അപ്പോൾ സമ്മർദ്ദമില്ല. കളി, ചിരി, തമാശകൾ ഇഷ്ടം പോലെ വേണം. ചിരിക്കാൻ ഒരുപാട് നേരം കണ്ടെത്തണം. പഴയ കൂട്ടുകാരുമായിട്ട് സംസാരിക്കാൻ, അവരെ കണ്ടെത്താൻ സമയം കണ്ടെത്തണം. അതുപോലെ തന്നെ പാട്ട് കേട്ടിരിക്കാൻ സമയം കണ്ടെത്തണം. സംസാരിച്ച് എല്ലാ ടെൻഷനും ഒഴിവാക്കാനുള്ള മെത്തഡോളജിയൊക്കെ കണ്ടെത്തണം. അങ്ങനെയൊക്കെ കണ്ടെത്തി കഴിയുമ്പോൾ ജീവിതം എത്ര ഉല്ലാസപ്രദമാണ്. ഇപ്പോൾ സമ്മർദ്ദം കുറക്കണം. ചില പരീക്ഷണങ്ങളുണ്ട്. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ ഒരു പരീക്ഷണം എലികളുടെ മേൽ നടത്തപ്പെട്ടിട്ടുണ്ട്. അതായത് അവർക്ക് രക്ഷപ്പെടാനുള്ള എല്ലാ മാർഗങ്ങളും അടച്ചു. അങ്ങനെ രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ അടഞ്ഞു എന്ന ചിന്ത എലികളിൽ ശക്തമാക്കി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ അവർ രോഗികളായി മാറി.
പെട്ടെന്ന് തന്നെ വാർദ്ധക്യം വന്നു, പെട്ടെന്ന് അവർ മരിച്ചു. അപ്പോൾ രോഗാവസ്ഥകളും വാർദ്ധക്യത്തിൻ്റെ വല്ലാത്ത അനാരോഗ്യകരമായ അവസ്ഥകളും മരണമൊക്കെ സമ്മർദ്ദം നേരത്തെയാക്കും. നമുക്ക് 3 തരത്തിലുള്ള ഏജ് ഉണ്ട്. നമ്മൾ ആദ്യം അത് മനസ്സിലാക്കണം. 1 കലണ്ടർ ഏജ്, 2 ബയോളജിക്കൽ ഏജ്, 3 സൈക്കോളജിക്കൽ ഏജ്. ഇതിൽ ഏറ്റവും മാറ്റം വരുത്താൻ പറ്റുന്നത് സൈക്കോളജിക്കൽ ഏജാണ്, മാനസിക പ്രായം. അതായത് നിങ്ങൾ 90 വയസ്സുള്ള ആളായിരിക്കാം, പക്ഷെ നിങ്ങൾക്ക് 18 വയസ്സുകാരിയുടെ ചിന്തയും ചുറുചുറുക്കും ആരോഗ്യവും കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ മാനസികമായിട്ട് വളരെ ചെറുപ്പമുള്ള ആൾ ആ ചെറുപ്പാവസ്ഥ ശരീരത്തിലേക്ക് കൊണ്ടുവരുന്നു. ശരീരം ചെറുതാകാൻ തുടങ്ങുന്നു. ശരീരം ചെറുതാകുന്നു എന്ന് പറയുന്നത് ശരീരം കുറച്ചുകൂടി ആരോഗ്യകരമായിട്ട് മാറുന്നു. വെറുതെ കനം തൂങ്ങുന്ന ശരീരമല്ല, ആരോഗ്യമുള്ള ശരീരം വന്നു ചേരുന്നു. അപ്പോൾ ബയോളജിക്കൽ ഏജ്, ഈ ബയോളജിക്കൽ ഏജ് അളക്കാനുള്ള യന്ത്രങ്ങളൊക്കെ ഉണ്ട്. ചില ആളുകൾ 20 വയസ്സേ ഉണ്ടാവുള്ളൂ കലണ്ടർ ഏജ് അനുസരിച്ച്, പക്ഷേ അവരുടെ ബയോളജിക്കൽ ഏജ് 40 ആയിരിക്കാം. കാരണം അത്രയ്ക്കേറെ രോഗങ്ങളുണ്ട്, അത്രയ്ക്കേറെ കൊഴുപ്പുണ്ട്, അത്രയ്ക്കേറെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ശരീരത്തിൽ കെട്ടിത്തൂങ്ങി കിടക്കുകയാണ്. ഇനി ഈ രണ്ടും ശരിയാക്കി കഴിയുമ്പോൾ നമ്മളുടെ കലണ്ടർ ഏജ് പിന്നെ ഒന്നുമല്ല. അപ്പോൾ എൻ്റെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, സൈക്കോളജിക്കൽ ഏജും ബയോളജിക്കൽ ഏജും നമ്മളുടെ കൺട്രോളിലാണ്. നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഒന്നും മനസ്സ് വെച്ച് കഴിഞ്ഞാൽ സ്ഥൂല ശരീരത്തോടു കൂടി, ഉണർന്ന മനസ്സോടുകൂടി, നിറഞ്ഞ ഹൃദയത്തോടു കൂടി ജീവിക്കാൻ സാധിക്കും. അതിന് ശ്രമിച്ചു നോക്കുക. 3-ാമതായിട്ട് നല്ല സ്നേഹബന്ധങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുക. ഒറ്റപ്പെടുന്ന തുരുത്തുകളായി മാറാനല്ല വാർദ്ധക്യം, മറിച്ച് എല്ലാവരെയും കൂട്ടിച്ചേർക്കുന്ന പാലങ്ങളായി മാറാനാണ് വാർദ്ധക്യം. വാർദ്ധക്യത്തിൽ നമ്മൾ സ്വസ്ഥതയോടെ ഇരിക്കുകയാണ്. പണ്ടത്തെ പോലെ ഓടണ്ട, പണ്ടത്തെ പോലെ ജീവസന്ധാരണത്തിന് വേണ്ടി പെടാപ്പാട് പെടണ്ട. നിങ്ങൾ സ്വസ്ഥമായൊരു പാലം പോലെ ഇരിക്കുക. നിങ്ങളിലൂടെ പരസ്പരം എല്ലാവരും ഒന്നുചേരണം, അതിന് ഇടവരുത്തണം. ഈ സൈക്കോ സോഷ്യൽ ഡ്വാർഫിസം എന്നൊരു പ്രശ്നമുണ്ട്. അതെന്താണ്? കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള പഠനം നടത്തുന്നവർ പറയുക, അവർക്ക് വേണ്ടത്ര പരിചരണവും സ്നേഹവും കിട്ടുന്നില്ലെങ്കിൽ ശാരീരികമായും മാനസികമായും അവർ ഡ്വാർഫ്സായി മാറും, വളർച്ച കിട്ടില്ല. അപ്പോൾ അവർക്ക് കൃത്യമായ സ്പർശം വേണം, കൃത്യമായ സ്നേഹം വേണം, അംഗീകാരം വേണം, നല്ല വാക്കുകൾ വേണം. ഇതിന് അപ്പൂപ്പനമ്മമാർക്കല്ലേ ഏറ്റവും കൂടുതൽ സാധിക്കുക. തൊട്ട് തലോടി കഥകൾ പറഞ്ഞ് അവരുടെ സ്നേഹത്തെ ഉണർത്തിയെടുത്ത് അവരുടെ ആകാശം വിശാലമാക്കി കാണിച്ചു കൊടുത്ത് അവർക്ക് ചിറകുകൾ മുളപ്പിച്ച് അവരെ വളർത്താൻ അപ്പൂപ്പനമ്മമാർ വേണം. അതാണ് വൃദ്ധരുടെ റോള് എന്ന് തിരിച്ചറിയുക. ഈ വൃദ്ധരാരുമില്ലാത്തൊരു വീട് എന്ത് വീടാണ്? അവിടെ ആകാശവുമില്ല, നക്ഷത്രങ്ങളുമില്ല, പറന്നുയരുന്ന മാലാഖമാരുമില്ല, പഴം പാട്ടുകളില്ല, പഴം കഥകളില്ല. അപ്പോൾ വൃദ്ധരായൊരു വീട്ടിൽ വേണം, തീർച്ചയാണ്. അവർ സ്നേഹത്തിൻ്റെ ഒരു സംസ്കാരം സൃഷ്ടിച്ചെടുക്കുകയും വേണം. അത് അവർക്കും ഗുണമാണ്, മക്കൾക്കും ഗുണമാണ്. അടുത്തതായിട്ട് എപ്പോഴും ചുറുചുറുക്കോടുകൂടി പറ്റാവുന്നത്രയും ഓടിയെടുക്കുക. വാർദ്ധക്യത്തിൽ എല്ലാവരും കരുതുന്നത് ഇനി വിശ്രമകാലമെന്നാണ്. വിശ്രമം എന്ന് പറഞ്ഞാൽ ഫുൾ ബെഡ് റെസ്റ്റ് അല്ല, അതൊരു തെറ്റിദ്ധാരണയാണ്. സാർക്കോപ്പീനിയ എന്നൊരവസ്ഥയുണ്ട്. അതെന്താണ്? സാർക്കോപ്പീനിയ എന്നാൽ മാംസശോഷണം എന്നാണ് അർത്ഥം. അതായത് ഒരു 50 വയസ്സ് കഴിയുന്നതോടുകൂടി നിങ്ങളുടെ മസിൽസൊക്കെ ചുരുങ്ങാൻ തുടങ്ങും, മാംസശോഷണം തുടങ്ങും. പതുക്കെ 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 പേശികളെല്ലാം ദുർബലമാകും. ദുർബലമാക്കപ്പെട്ട് കഴിയുന്ന അവസ്ഥയിലാണ് നമുക്കൊന്ന് നേരെ നിൽക്കാൻ പോലും പറ്റാത്തത്. എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ഫുൾ ബെഡ് റെസ്റ്റിലാണെങ്കിൽ നിങ്ങളുടെ മാംസപേശികളെല്ലാം ദുർബലമാക്കപ്പെടുകയാണ് ഓരോ ദിവസം ചെല്ലുന്നതും. ഡിസ്യൂസ് സിൻഡ്രം എന്ന പേരിൽ ഒരു അവസ്ഥയാണത്. അതായത് യൂസ് ചെയ്യുന്നില്ലെങ്കിൽ വേസ്റ്റായി മാറുകയാണ്. നമ്മൾ ശരീരം തീർത്ത് ശോഷിക്കുന്ന അവസ്ഥയെ വേസ്റ്റഡ് ആവുക എന്നാണ് ഡോക്ടർമാർ വിളിക്കുക. അപ്പോൾ ഈ വേസ്റ്റഡ് ആകുന്ന എന്താണ്? യൂസ് ചെയ്യാത്തതുകൊണ്ടാണ്. യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ചെറിയ ചെറിയ എക്സർസൈസുകൾ ചെയ്തുകൊണ്ടിരിക്കണം. ടാഫ്റ്റ് യൂണിവേഴ്സിറ്റി വളരെ കൗതുകരമായ ഒരു പരീക്ഷണം നടത്തി. അതായത് ഒരു 80 വയസ്സും 90 വയസ്സിനിടയിലുള്ള ആളുകളുള്ള ഒരു വൃദ്ധസദനത്തിൽ ചെന്ന് അവരെയൊക്കെ വെയിറ്റ് ലിഫ്റ്റിംഗ് നടത്തുകയാണ്. ഇത് കേട്ടിരിക്കുന്നത് നിങ്ങൾ പറയും, ഇതൊരു ക്രൂരതയാണ് കാണിക്കുന്നത്, ശരിയല്ലല്ലോ.
പക്ഷേ ആ ഡോക്ടേഴ്സിന് കൃത്യമായിട്ട് അറിയാം അവരെന്താണ് ചെയ്യുന്നതെന്ന്. അവർ ഭയങ്കര വെയിറ്റ് ലിഫ്റ്റ് ചെയ്യിക്കുകയല്ല, ചെറിയ ചെറിയ വെയിറ്റൊക്കെ എടുപ്പിച്ച് എക്സർസൈസൊക്കെ ചെയ്യിച്ചു കഴിഞ്ഞപ്പോൾ പതുക്കെ പതുക്കെ ഈ സാർക്കോപീനിയ എന്ന അവസ്ഥ മാറുകയാണ്. അതായത് ദുർബലമായ പേശികൾ കുറച്ചുകൂടി കരുത്തുറ്റതായി മാറാൻ തുടങ്ങി. ദുർബലമായ പേശികളെല്ലാം കരുത്തുറ്റതായി പതുക്കെ പതുക്കെ മാറാൻ തുടങ്ങിയപ്പോൾ സ്വന്തം കാര്യം നിർവഹിക്കാൻ മറ്റൊരാളെ ആശ്രയിക്കേണ്ട ഗതികേടില്ലാത്ത അവസ്ഥയായി. അത് കുറച്ചുകൂടി സമാധാനമായി. ഇത് എന്നെ കേട്ടിരിക്കുന്ന എല്ലാവരും ശ്രദ്ധാപൂർവം ഹൃദയത്തിൽ കുറിക്കേണ്ട ഒരു കാര്യമാണ്. കാലിഫോർണിയ യൂണിവേഴ്സിറ്റി നടത്തിയ ഒരു രസകരമായ പഠനമുണ്ട്. ആ പഠനം അനുസരിച്ച് കുറച്ച് യുവാക്കളെ 3 ആഴ്ച കാലത്തേക്ക് ഒരു ദിവസം 24 മണിക്കൂറും റെസ്റ്റ് ചെയ്യുന്ന വിധത്തിൽ ഒരിടത്ത് താമസിപ്പിച്ചിരിക്കുകയാണ്. 24 മണിക്കൂർ റെസ്റ്റ് 3 ആഴ്ച കാലത്തേക്ക്. ഈ 3 ആഴ്ച കാലത്തെ റെസ്റ്റ് കഴിഞ്ഞപ്പോൾ 20 വർഷം കൂടുതൽ ബയോളജിക്കൽ ഏജുള്ളവരായി ഇവർ മാറി. അതായത് അവർ 25 വയസ്സൊക്കെ ഉള്ള യുവാക്കളാണ്, പക്ഷേ അവർ ഇപ്പോൾ 45 വയസ്സുള്ള ആളുകളുടെ ശരീരപ്രകൃതി ഉള്ളവരായി മാറി. ഇതൊരു വളരെ ക്ലിയർ എക്സാമ്പിളാണ്. അതാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളിപ്പോൾ ബെഡ് റെസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരുതരം അലസ ശയനം നടത്താറുണ്ട്. ശരീരത്തിന് എപ്പോഴും റെസ്റ്റ് ആവശ്യമില്ല എന്ന് ആദ്യം തിരിച്ചറിയുക. ശരീരത്തിന് വേണ്ടത് ആക്ഷനാണ്. ആക്ഷൻ, പിന്നെ വിശ്രമം, പിന്നെ ആക്ഷൻ, പിന്നെ വിശ്രമം. പണ്ടത്തെ നമ്മുടെ ഭാരതീയ ഗ്രന്ഥങ്ങളിൽ പോലും കൃത്യമായിട്ട് ഭക്ഷണം, വിശ്രമം, പ്രവൃത്തി, ധ്യാനം ഇങ്ങനെ തരംതിരിക്കുന്നതിനെക്കുറിച്ച് സൂചനകളുണ്ടായിരുന്നു. അപ്പം അങ്ങനെയാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വെറുതെ ഇരുന്ന് തുരുമ്പെടുത്ത് പോകരുത്. വെറുതെ ഇരുന്ന് തുരുമ്പെടുത്ത് പോകുന്നതിനേക്കാൾ നല്ലത് തേഞ്ഞ് ഇല്ലാതാകുന്നതാണ്. അപ്പോൾ ആർക്കെങ്കിലൊക്കെ വേണ്ടി ഓടി, സ്നേഹത്തോടു കൂടി ഓടി ഇല്ലാതാകുന്നതിനേക്കാളും വളരെ മോശപ്പെട്ടൊരു കാര്യമല്ലേ ആർക്കും വേണ്ടി ഒന്നും ചെയ്യാതെ, ആർക്കും വേണ്ടി തുറക്കപ്പെടാതെ, ആർക്കും വേണ്ടി മിടിക്കപ്പെടാതെ തുരുമ്പെടുത്ത് പോവുക എന്നുള്ളത്. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം, അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്യാം. അടുത്തായിട്ട് ബ്ലെസ്സിങ് എണ്ണുക, ബ്ലെസ്സിങ്ങായി മാറുക. വാർദ്ധക്യം ഓർമ്മകളുടെ പൂമരം കാലമാണ്, വസന്തകാലമാണ്. അതായത് എന്തെല്ലാം ഓർമ്മകളുണ്ടാവും. പിന്നിട്ട വഴികളെ ഓർത്തിരിക്കാം, ആ വഴികളിൽ വഴിവിളക്കുകളായവരെ ഓർത്തിരിക്കാം, ജീവിതത്തിലെ ഗുരുക്കളെ ഓർത്തിരിക്കാം, ജീവിത പങ്കാളികളെ ഓർത്തിരിക്കാം, മക്കളെ, കാവൽ മാലാഖമാരെ, വഴിവിളക്കുകളായി തീർന്ന എത്ര മനുഷ്യരെ ഓർത്തെടുക്കാനുള്ള അവസരങ്ങളുണ്ടാകുന്നുണ്ട്. അങ്ങനെ ഓർത്തെടുക്കുമ്പോൾ ഉള്ളിലൊരു വസന്തകാലം വരികയാണ്. അതിന് പകരം നിഷേധിക്കപ്പെട്ടത്, ജീവിതത്തിൽ ലഭിക്കാതിരുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിച്ച് നിഷേധാത്മകത കൊണ്ട് ഹൃദയം നിറക്കുമ്പോൾ ഇരുട്ട് റൂമാക്കി നിങ്ങളുടെ റൂമിനെ മാറ്റുകയാണ്, ഹൃദയത്തെ മാറ്റുകയാണ്. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ് ആൻഡ് ബി ദ ബ്ലെസ്സിങ്സ്. ഈ ബ്ലെസ്സിങ്ങിനെ കുറിച്ച് എപ്പോഴും ചിന്തിക്കുന്ന ഒരാൾ എന്തൊരു ബ്ലെസ്സിങ് ആണെന്നറിയോ. കുടുംബത്തിൽ മാത്രമല്ല, അയൽപക്കത്തിലും അതിൽ ചെല്ലുന്നിടങ്ങളിലൊക്കെ. അപ്പോൾ ബ്ലെസ്സിങ്ങായിട്ട് പുറത്തേക്കും പോകണം. ഇപ്പോൾ പള്ളിയിലൊക്കെ സജീവമായി പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. ഞാൻ ചില വ്യക്തികളെ കണ്ടിട്ടുണ്ട്, 80 വയസ്സൊക്കെ കഴിഞ്ഞു, പക്ഷെ ഇപ്പോഴും ഓടിച്ചാടി നടന്ന് മറ്റുള്ളവരെ സഹായിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന വ്യക്തിത്വങ്ങൾ. അവർ പാട്ട് പാടും, ഡാൻസ് കളിക്കും, അവർ സൈക്കിൾ ചവിട്ടും, ഇതൊക്കെ ചെയ്യും. ഇതൊക്കെ പറ്റില്ല എന്ന് നമ്മളോട് തന്നെ പറഞ്ഞതാണ്. കുറച്ചൊരു പ്രായം കഴിഞ്ഞാൽ എനിക്കിനി ഒന്നും പറ്റില്ല എന്ന് പറയുകയാണ്. അങ്ങനെ പറഞ്ഞ് ശരീരത്തെയും അങ്ങനെ പഠിപ്പിച്ച്, മനസ്സിനെയും അങ്ങനെ പഠിപ്പിച്ച് അവസാനം നമ്മളൊരു ലയബിലിറ്റിയായി മാറുകയാണ്. അപ്പോൾ അനുഗ്രഹമാകേണ്ട ആൾ വല്ലാത്ത ശാപമായി മാറുന്നത് അയാളുടെ തന്നെ തീരുമാനം കൊണ്ടിട്ടാണ്. ഞാൻ പറയുന്നത്, മാരകമായൊരു അസുഖം വന്നു കഴിഞ്ഞാൽ വ്യത്യസ്തമായിരിക്കാം കാര്യങ്ങൾ. പക്ഷേ നമ്മൾ സാധാരണഗതിയിൽ പല അസുഖങ്ങളും നമുക്ക് തന്നെ മാറ്റാവുന്നതേ ഉള്ളൂ. ഡോക്ടേഴ്സിൻ്റെ സഹായം വേണം, മരുന്നിൻ്റെ സഹായം വേണം. പക്ഷേ ഇച്ഛാശക്തി ഇല്ലെങ്കിൽ എന്ത് മരുന്നെടുത്തിട്ടും ഏത് ഡോക്ടർ അടുത്ത് വന്നിട്ടും ഒരു കാര്യമില്ല. സോ കൗണ്ട് യുവർ ബ്ലെസ്സിങ് ആൻഡ് ബി ദ ബ്ലെസ്സിങ്. അതെപ്പോഴും മനസ്സിൽ കുറിക്കണം. അവസാനമായിട്ട് പരോപകാരം പുണ്യമാക്കി മാറ്റുക. അതായത് ഇനി ഞാൻ വയ്യാതായ ആളാണ്, എല്ലാവരും എന്നെ സഹായിക്കണം എന്ന് ചിന്തിക്കരുത്. നിങ്ങൾ വയ്യാതായ ആളല്ല, നിങ്ങളിപ്പോഴും നിത്യസഹായമായി മാറേണ്ട ആളാണ്. ഓടിട്ടൊന്ന് സഹായം കൊടുക്കാൻ പറ്റും. കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിൽ തന്നെ ഒരു രസകരമായ പരീക്ഷണമുണ്ട്.
600ഓളം ആളുകളുടെ സംസാരം ഇങ്ങനെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഈ 600 ആളുകളിൽ ഞാൻ എൻ്റെ എന്നെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഹാർട്ട് അറ്റാക്കിൻ്റെ സാധ്യത വളരെ കൂടുതലാണ്. അതാണ് പഠന റിപ്പോർട്ട്. അതായത് എപ്പോഴും ഞാൻ എൻ്റെ എന്ന് ചിന്തിച്ചിട്ടിരിക്കുന്ന ആളുകൾ, അത്ര സെൽഫിഷായ ഈഗോയിസ്റ്റിക്കായ ആളുകൾക്ക് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് വളരെ സത്യമായിരിക്കും. കാരണം എന്നെ മറന്നാലേ സന്തോഷം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഹൃദയം വിശാലമാകും. ഹൃദയം വിശാലമാകുമ്പോൾ ജീവിതം കുറച്ചുകൂടി സുന്ദരമായി തീരും, ശരീരം കുറച്ചുകൂടി ആരോഗ്യമുള്ളതായി തീരും. അതുകൊണ്ട് ഈ ഞാൻ എൻ്റെ എന്ന് ചിന്തിച്ചിരിക്കേണ്ട. എനിക്കിത് കിട്ടിയില്ല, എനിക്കത് കിട്ടി, അങ്ങനെയാണ് ഇങ്ങനെയാണ് പരാതികൾ, പരിഭവങ്ങൾ, ഇങ്ങനെ ജീവിതത്തെ കുടുസുമുറിയിൽ, തടവുമുറിയിൽ തളച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾക്ക് ഈ കുടുസുമുറിക്കും തടവുമുറിക്കും അപ്പുറത്തേക്ക് സഞ്ചരിക്കേണ്ട ആളുകളാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ പ്രിസണിൽ നിന്നും പുറത്തേക്ക് വരിക. പുലരിവട്ടം നമ്മെ കാത്തിരിക്കുന്നുണ്ട്. എന്നെ കേട്ടിരിക്കുന്ന 50 വയസ്സ് കഴിഞ്ഞ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഓർത്തേക്കുക, നിങ്ങളുടെ ജീവിതം തുടങ്ങുന്നേ ഉള്ളൂ. അന്തിവട്ടത്തിൻ്റെ ശോഭയാർന്ന ഒരു ജീവിതമാണ് ഇനി നിങ്ങളെ കാത്തിരിക്കുന്നത്. ഇനി അതിലും പ്രായം കുറഞ്ഞ പ്രിയപ്പെട്ടവരെ, നിങ്ങളോടൊപ്പമുള്ള വൃദ്ധർ നിങ്ങളുടെ വീട്ടിലെ സന്തോഷമാണ്, ബ്ലെസ്സിങ്ങാണ്. അവരെ ശാപമാക്കി മാറ്റാതിരിക്കുക. അവരെ നിങ്ങളാലാവുന്ന വിധത്തിൽ ബ്ലെസ്സിങ്ങായിട്ട് തന്നെ നിലനിർത്താൻ സഹായിക്കുക. സോ ഒരു ബ്ലെസ്സഡായിട്ടുള്ള പ്രകാശം നിറഞ്ഞു കവിഞ്ഞ യാത്ര നേരുന്നു.